വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുമെല്ലാം ജനത്തിൻ്റെ നടുവൊടിക്കുകയാണ്. മതിയാക്ക് ഈ വിലകെട്ട സർക്കാർ ഗവർണർ തിരുവുയുദ്ധം. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. ഗവർണറെ, നിങ്ങളെയൊന്നും രാഷ്ട്രീയക്കാരായല്ല കോമാളികളായാണ് ജനം ഇപ്പോൾ കരുതുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ മലയാളികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പുതിയ വഴിത്തിരിവിലെത്തിയിരിക്കുകയാണ്. സർക്കാരിൻ്റെ നവകേരള സദസ്സും അതിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധവും അരങ്ങേറുന്നതിനിടെയാണ് സമാന്തരമായി ഗവർണറും SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളും നേർക്കുനേർ അംഗത്തിനിറങ്ങിയത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, ചാൻസലർ കൂടിയായ ഗവർണറെ കേരളത്തിലെ ക്യാമ്പസുകളിൽ കാല് കുത്തിക്കില്ലെന്ന SFIയുടെ വെല്ലുവിളി ഗവർണർ സ്വീകരിച്ചതാണ് അപ്രതീക്ഷിത സംഭവങ്ങൾക്ക് വഴിതെളിച്ചത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ തങ്ങിയ അദ്ദേഹം കോഴിക്കോട്ടെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനാണ് വന്നത്. ഇന്നലെ മിഠായി തെരുവിലിറങ്ങി ജനങ്ങൾക്കിടയിലൂടെ നടന്നു. ആളുകളുമായി കുശലം പറഞ്ഞു, കുട്ടികൾക്കൊപ്പം ഫോട്ടോ എടുത്തു. കടയിൽ കയറി കോഴിക്കോടൻ ഹൽവ വാങ്ങി കഴിക്കുകയും അത് മുറിച്ച് എടുക്കുകയൊക്കെ ചെയ്യുന്ന പലവിധ അഭ്യാസങ്ങളും പലവിധ ഷോകളും അവിടെ നടത്തി. സർക്കാർ പ്രതിപക്ഷ ഗവർണർ ചേരിയിലുള്ളവർക്ക് കൈയടിക്കാൻ പലതും വീണ് കിട്ടുന്ന തെരുവ് നാടകങ്ങളാണ് അവിടെ അരങ്ങേറിയത്. പക്ഷേ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? ജനങ്ങൾക്ക് യാതൊരു ഗുണവുമില്ലാതെ വേദിയിലും തെരുവിലും അരങ്ങേറുന്ന പൊറാട്ട് നാടകങ്ങൾക്ക് മുന്നിൽ കേരളം ലജ്ജിച്ച് തല താഴ്ത്തുകയാണ്. സംഘികളെ സർവകലാശാലകളിൽ കുത്തി നിറയ്ക്കുന്നുവെന്ന ആരോപണം ഗവർണർ നേരിടാൻ തുടങ്ങിയിട്ട് നാളേറെയായി. സെനറ്റിലേക്കുള്ള നാമനിർദ്ദേശങ്ങൾ കേന്ദ്രത്തിൻ്റെ ഒത്താശയോടെ RSSകാരെ തിരികെ കയറ്റാനാണെന്നും അത് അനുവദിക്കില്ലെന്നുമാണ് ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ നിലപാട്. ഇതിനിടെ 2 വർഷമായി ബില്ലുകളിൽ ഒപ്പിടാത്തതിനെതിരെ കേരളത്തിൻ്റെ ഹർജിയിൽ ഗവർണറെ സുപ്രീം കോടതി വിമർശിച്ചതും ശാസിച്ചതും കഴിഞ്ഞ മാസമാണ്. അതേസമയം ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചതിൽ കോടതി ഇടപെട്ടതുമില്ല. കോടതി ഒന്നും പറഞ്ഞില്ല. ഇതിനിടെയാണ് കേരളത്തിൽ പുതിയ പോർമുഖം തുറന്നത്. ഗവർണർക്കെതിരെ ക്യാമ്പസിൽ ബാനറുകൾ സ്ഥാപിച്ചും മോശം പരാമർശം നടത്തിയും SFI നടത്തിയ പ്രകോപനത്തിൽ ഗവർണർ അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. പോലീസിനെ കൊണ്ട് ബാനർ അഴിപ്പിച്ചതും പ്രതിഷേധക്കാരെ നേരിടാൻ കാറിൽ നിന്നിറങ്ങി ആക്രോശം നടത്തിയതുമൊക്കെ എരുതിയിൽ എണ്ണയൊഴിച്ചു. ഇതുവരെയും കേരളം കാണാത്ത ഒരു സംഭവമായിരുന്നു. പ്രതിഷേധക്കാർക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ഗവർണർ രാജ്യത്ത് വേറെ ഒരിടത്തുമില്ലെന്നും ബ്ലഡി കണ്ണൂർ എന്ന പ്രയോഗത്തിലൂടെ കണ്ണൂരിനെ ആക്ഷേപിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് വരെ പറയേണ്ടി വന്നു. നീറുന്ന 100,000 പ്രശ്നങ്ങളിൽ ഒരു നാടാകെ ഉഴലുമ്പോൾ സർക്കാരോ ഗവർണറോ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറുന്നത് സർക്കാരിന് സൗകര്യപ്രദമാകാം. അതുപോലെ വികാരജീവിയായ ഒരു ഗവർണറുടെ തെരുവ് പ്രകടനങ്ങൾക്ക് കൈയടിക്കാൻ ആളുമുണ്ടാകും. ഗോഗോ വിളിയുമായി വെല്ലുവിളി ഉയർത്തുന്ന SFIയോട് അതേ ശൈലിയിൽ തെരുവ് വിളയാട്ടം നടത്തേണ്ടയാളല്ല ഗവർണർ. സ്വന്തം പദവിയുടെ വിലയും പരിമിതിയും തിരിച്ചറിയാനാകാത്തതാണ് രാജ്യത്തെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഗവർണർമാരുടെ നടപ്പുദീനം. അതിപ്പോൾ കേരളത്തെയും ബാധിച്ചിരിക്കുന്നു. സർക്കാർ ദൂർത്തടിക്കുന്നെന്ന് ആരോപിക്കുന്ന ഗവർണർ പക്ഷേ ആർഭാടത്തിൽ അദ്ദേഹവും ഒട്ടും പിന്നിലല്ല. ചെലവിന് കൂടുതൽ പണം ചോദിച്ചു മേടിക്കാൻ ഒരു മടിയുമില്ല. സർക്കാരിൻ്റെ മുന്നിൽ കൈനീട്ടി നിൽക്കാൻ ഒരു ദാക്ഷിണ്യം കാണിക്കുന്നില്ല, ഒരു മടിയും കാണിക്കുന്നില്ല. തൊലിക്കെട്ടിയാണെന്നേ ജനം പറയൂ. മിക്കപ്പോഴും സംസ്ഥാനത്തിന് പുറത്താണ് അദ്ദേഹം. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നില്ല. ഗവർണർ പദവിക്ക് ചേരാത്ത പല പദപ്രയോഗങ്ങളും നടത്തുന്നുവെന്ന് വിമർശനവുമുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സംസ്ഥാനത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കടമ നിറവേറ്റുന്നുണ്ടോ എന്ന് ഗവർണർ ആത്മപരിശോധന നടത്തേണ്ട സമയം കഴിഞ്ഞു. കേരളത്തിന് നടുനിവർക്കാനാവാത്ത അവസ്ഥയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്ക് പിന്നാലെ കോവിഡിൻ്റെ പുതിയ വകഭേദവും എത്തിക്കഴിഞ്ഞു. 4 ഇരട്ടി പണം കൊടുത്ത് ബസ്, വിമാന ടിക്കറ്റുകൾ എടുത്ത് നാട്ടിലേക്ക് ക്രിസ്മസും ന്യൂ ഇയറും ആഘോഷിക്കാൻ എത്തുന്നവരും നെടുവീർപ്പിടുകയാണ്. വിലക്കയറ്റവും തൊഴിലില്ലായ്മയും കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുമെല്ലാം ജനത്തിൻ്റെ നടുപൊടിക്കുകയാണ്. മതിയാക്ക് ഈ വിലകെട്ട സർക്കാർ ഗവർണർ തെരുവുയുദ്ധം. മതിയാക്കൂ. ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യും. നിങ്ങളെയൊന്നും രാഷ്ട്രീയക്കാരായല്ല, ഞാൻ വീണ്ടും പറയാണ്, കോമാളികളായാണ് ജനം ഇപ്പോൾ കാണുന്നത്. അല്ലെന്ന് തെളിയിക്കാനെങ്കിലും തെരുവിൽ നിന്ന് കയറിപ്പോകൂ. ഇതൊരു അഭ്യർത്ഥനയാണ്. ഗവർണർമാരെ ഇങ്ങനെയൊന്നുമല്ല കേരളം കണ്ടിട്ടുള്ളത്. ആദ്യമായാണ് ഇങ്ങനെ ഒരു ഗവർണറെ കേരളം കാണുന്നത്.